എല്ലാവർക്കും നമസ്തേ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ദശാവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞുല്ലോ. ദശാവതാരം ഏതൊക്കെയാണെന്ന് അറിഞ്ഞു, ഏത് ഓർഡറിലാണെന്ന് അറിഞ്ഞു. അതേപോലെ തന്നെ അതും സയൻസൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, നമ്മൾ ചുമ്മാ പറയുന്ന കഥകളാണോ എന്നുള്ളതൊക്കെ നോക്കി ഓരോ അവതാരങ്ങൾ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യത്തെ അവതാരത്തിൻ്റെ കഥയാവാമെന്ന്. അപ്പോൾ കുട്ടികളോട് ചോദിക്കുകയാണ്, ആദ്യത്തെ അവതാരം ഏതായിരുന്നു, ഓർമ്മയുണ്ടാവും? ഒന്ന് ഓർത്ത് നോക്കൂ. ആദ്യത്തെ അവതാരം എന്തായിരുന്നു? അത് തന്നെ മത്സ്യാവതാരം. മത്സ്യം എന്ന് പറഞ്ഞാൽ മീൻ, മീമി, ഫിഷ്. അപ്പോൾ ആദ്യത്തെ അവതാരം നമ്മുടെ മത്സ്യാവതാരമാണ്. എന്തുകൊണ്ടായിരിക്കും വിഷ്ണു ഭഗവാൻ മത്സ്യാവതാരം എടുത്തത്? ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? എങ്ങനെയാണ് അവതാരങ്ങൾ തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ബ്രഹ്മദേവൻ ആരായിരുന്നു? ബ്രഹ്മദേവൻ ബ്രഹ്മാവ് ആരായിരുന്നു? ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ്. അതായത് സൃഷ്ടി ചെയ്യുന്നതാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് ഒരു ദിവസം നിദ്രയിലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. 4 യുഗങ്ങൾ, സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 4 യുഗങ്ങൾ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ബ്രഹ്മദേവൻ കണ്ണടക്കിയത്. കണ്ണ് തുറന്ന് അടയ്ക്കുന്ന കാര്യമാണ് പറയണത്. കണ്ണ് തുറന്ന് നമ്മൾ ഈ കൺചിമ്മില്ലേ, ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു കൺചിമ്മുന്ന കാര്യമാണ് പറഞ്ഞത്. ബ്രഹ്മദേവൻ കണ്ണ് തുറന്ന് കണ്ണടയ്ക്കുന്ന സമയമാണ് 4 യുഗങ്ങൾ കഴിയണ സമയം. അങ്ങനെ കണ്ണ് അടച്ച് ഇങ്ങനെ ഒന്ന് കിടക്കുന്ന സമയത്ത്, കണ്ണടച്ച സമയത്ത് മുഖത്ത് നിന്നും 4 വേദങ്ങളുണ്ട് നമുക്ക്. ഏതൊക്കെയാണ് 4 വേദം? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അങ്ങനെ 4 വേദങ്ങളുണ്ട്. ഈ 4 വേദങ്ങൾ പുറത്തേക്ക് വരികയും ഇത് ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ ഈ 4 വേദങ്ങൾ തട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അസുരൻ തട്ടിക്കൊണ്ടു പോകണത്? മനുഷ്യന്മാരങ്ങനെ ഇപ്പോൾ സുഖിച്ച് ജീവിക്കേണ്ട. ഹയഗ്രീവന് നന്നായിട്ട് അറിയാം, ഈ വേദങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മനുഷ്യന്മാർ നല്ല സുഖമായിട്ട് നല്ല മുഴുവൻ ആനന്ദത്തോടു കൂടിയിട്ട് അറിവോടുകൂടി ജീവിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവർ സുഖിക്കേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഹയഗ്രീവൻ എന്ത് ചെയ്യും? വേദങ്ങൾ കൊണ്ട് ഓടി രക്ഷപ്പെടും, കടലിൻ്റെ അടിത്തട്ടിൽ പോയി ഒളിക്കും. അപ്പോൾ ഈ വേദങ്ങളില്ലാതെ സൃഷ്ടി നടത്താനും അല്ലെങ്കിൽ ആൾക്കാരെ ഉണ്ടാക്കാനും സൃഷ്ടി നടത്താനായിട്ടും ആളുകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. ലോകത്തിൽ തന്നെ എന്തും നിലനിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്രഹ്മദേവൻ വിഷ്ണു ഭഗവാനോട് പറയാൻ രക്ഷിക്കണേന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. വിഷ്ണു ഭഗവാനോട് രക്ഷിക്കണേന്ന് പറയും. ശിവഭഗവാന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ ഇവർ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചേക്കുകയാണ് എന്ത്? ഇനിയിപ്പോൾ കലിയുഗം വല്ലാണ്ട്, കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കണേ കേട്ടോ. അപ്പോൾ കലിയുഗം വല്ലാണ്ടായി, ആൾക്കാർക്കൊക്കെ വല്ലാത്ത വൃത്തികെട്ട സ്വഭാവമായി, ചീത്ത സ്വഭാവമായി. ഇനി നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, ഇത് മുഴുവൻ നശിപ്പിക്കാം, പ്രളയം വരാനുള്ള സമയമായി. അപ്പോൾ 4 യുഗങ്ങളും കഴിയുമ്പോൾ പ്രളയം വരും. പ്രളയം വന്നെല്ലാം നശിച്ച് വീണ്ടും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ കൃതയുഗം പോലെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിഷ്ണു ഭഗവാൻ എന്ത് വിചാരിച്ചു? ഇവരെയൊക്കെ രക്ഷിക്കണം അല്ലേ, ഇവരെയൊക്കെ രക്ഷിക്കണം, വേദങ്ങൾ രക്ഷിക്കണം, വേദങ്ങൾ സംരക്ഷിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഏറ്റവും ആദ്യത്തെ ഒരു ജന്മം, ഏറ്റവും ആദ്യത്തെ അവതാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇറങ്ങി വരികയാണ്. അപ്പോൾ അവതാരം മത്സ്യമായിട്ട്. അങ്ങനെ മത്സ്യാവതാരം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഒരു രാജാവുണ്ട്, സത്യവ്രതൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ഈ രാജാവ് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് നടക്കുന്ന ഒരു രാജാവാണ്. രാജാവ് പണ്ട് എന്ന് പറയുന്ന മഹർഷിയുടെ പുത്രനായിട്ട് ശ്രാദ്ധദേവൻ എന്നുള്ള പേരിൽ ജനിച്ചിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സത്യവ്രതൻ രാജർഷി എന്ത് ചെയ്യാണ്? വെള്ളം തർപ്പണത്തിന് വേണ്ടിയിട്ട് ഒരു നദി, കൃതമാല എന്ന് പറയുന്ന കരയിൽ വന്നു കഴിഞ്ഞിട്ട് വെള്ളം കയ്യിലേക്ക് എടുക്കുക. വെള്ളം കയ്യിലേക്ക് എടുത്ത സമയത്ത് കൈയുടെ ഉള്ളിലൊരു ചെറിയ മീൻ, കുഞ്ഞു മീൻ, അച്ചടോ നല്ല രസമുണ്ട് മീനെ കാണാനായിട്ട്. അങ്ങനെ മീൻ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പാവം മീൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് വെള്ളത്തിലേക്ക് തിരിച്ചിട്ടു. നിങ്ങൾ ഇടുമോ അങ്ങനെ? കയ്യിൽ കിട്ടിയ വഴിക്ക് വന്ന് തൊട്ട് നോക്കും, ഒന്ന് പീച്ച് നോക്കും, ഒന്ന് അമർത്തി നോക്കും. അതിനെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലിടും, ഒന്ന് കളിപ്പിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ പാവം തോന്നി തിരിച്ച് വെള്ളത്തിലേക്ക് ഇടാൻ നോക്കി. അപ്പോൾ മീൻ സംസാരിക്കണം, രാജാവിനോട് സംസാരിച്ച് രാജാവിനോട് പറയും, എന്നെ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടല്ലേ, എത്ര വലിയ വലിയ മീനുകളാണ് ഉള്ളത്, എന്നെ ഇവറ്റകളൊക്കെ പിടിച്ച് ഉപദ്രവിക്കും, തിന്നും, അതുകൊണ്ട് തന്നെ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടരുത് എന്ന് പറയും. ഇത് കേട്ട് കഴിയുമ്പോൾ രാജാവ് ഇരിക്കുകയെ മീൻ സംസാരിക്കുകയും എന്നാൽ പിന്നെ മീനെ തിരിച്ചിടണ്ടെന്ന് വിചാരിച്ച് ഒരു കമണ്ടലൂല് അവരവരുടെ പാത്രത്തിലിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോയി വീട്ടിൽ അവിടെ ചെന്നതിന് ശേഷം തിരിച്ച് മുറിയിലൊക്കെ എത്തിയതിന് ശേഷം കമണ്ടലൂന്ന് മാറ്റാനായിട്ട് നോക്കുമ്പോൾ മീൻ പറയും, എനിക്ക് ഈ സ്ഥലം പോരാ, എനിക്ക് വലിയൊരു സ്ഥലം വേണം. അങ്ങനെ വലിയൊരു പാത്രത്തിലേക്ക്, വലിയൊരു കുടത്തിലേക്ക് മാറ്റും. കുടത്തിൽ മാറ്റി കഴിയുമ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ ഇവിടെ കിടക്കട്ടെ, കുറച്ച് ദിവസം പിടിക്കില്ലേ മീൻ വലുതാവാനായിട്ട് എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് കിടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ രാത്രിയോട് രാത്രി എന്ത് ചെയ്യുകയാണ്? മീൻ വലുതാവുകയാണ്. മീൻ പറയും, എനിക്ക് ഈ സ്ഥലവും പോരാ. അപ്പോൾ രാജാവ് എന്ത് ചെയ്യും? എന്നാൽ പിന്നെ അടുത്തുള്ള ഒരു നദി ഉണ്ട്, ഇവർക്കൊരു നദിയുണ്ട്. ആ നദിയിലുള്ള വലിയ മീനുകളെയൊക്കെ മാറ്റിയിട്ട് ആ നദി ഈ മീന് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ആ നദിയിലേക്ക് മാറ്റും. നദിയിലേക്ക് മാറ്റുമ്പോൾ നോക്കിയപ്പോൾ ഉണ്ടോ രാജാവ് നോക്കി നിൽക്കലേ, മീനിങ്ങനെ വലുതായി വരിക, നദിയൊന്നും പോരാ, ആ നദിയിലും പോരാ. രാജാവ് വിചാരിക്കും, എന്തോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഇത്രയും പെട്ടെന്നൊക്കെ മീൻ വലുതാവും, അത് ഇത്രയും വലുതാവണം, ഇത്ര ചെറിയ മീൻ എങ്ങനെ ഇത്രയും വലുതാവണത്?
അവിടെ നിന്ന് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇവിടെയൊന്നും പറ്റില്ല, ഇതിന് പറ്റിയൊരു സ്ഥലം നമുക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് സത്യവ്രതൻ എന്ത് ചെയ്യും, മീനെ തിരിച്ച് സമുദ്രത്തിലേക്ക് കൊണ്ടുവിടും. സമുദ്രത്തിൽ കൊണ്ടുവിടുമ്പോൾ മീൻ പറയും, എന്നെ ഇവിടെ കൊണ്ടുവിടരുത്, ഇവിടെ ഷാർക്കൊക്കെ ഉണ്ട്, വലിയ വലിയ മീനുകളുണ്ട്, എന്നെ ഉപദ്രവിക്കുക, എന്നെ തിന്നുന്നു. അപ്പോൾ രാജാവ് പറയും, ഇനി എന്നെ പരീക്ഷിക്കരുത്, ഇനി എന്നെ പരീക്ഷിക്കരുത്, അങ്ങ് ആരാന്നൊന്ന് പറയണം, ഇങ്ങനെ സംസാരിച്ച് ഇതേപോലെയൊക്കെ പറയണമെങ്കിൽ എന്നെ അനുഗ്രഹിക്കാമെന്ന് വിഷ്ണു ഭഗവാൻ തന്നെയായിരിക്കണം, എനിക്ക് അങ്ങയുടെ രൂപം ഒന്ന് കാണണം, എന്നെ പരീക്ഷിക്കാതെ എനിക്ക് ആ രൂപം ഒന്ന് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ മീൻ എന്താവും, വിഷ്ണു ഭഗവാനായിട്ട് സത്യവ്രതൻ്റെ മുമ്പിലെത്തും. എന്നിട്ട് പറയും, ഞാൻ നിനക്ക് ഒരു വാണിംഗ് തരാനായിട്ട് വന്നതാ. എന്ത് വാണിങ്ങാ? അതായത് 7 ദിവസം കഴിയുമ്പോൾ ഇവിടെയൊക്കെ പ്രളയം വരും, എല്ലാം ഈ ഭൂമി 3 ലോകങ്ങളും ഇതോടുകൂടിയിട്ട് ഭൂതലം പോലെയുള്ള 3 ലോകങ്ങളും ഇതോടുകൂടി നശിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ വന്നതാണ്. നീ വേഗം എന്ത് ചെയ്യണം, സപ്തർഷികളെ 7 ഋഷികളെ ചെന്ന് കാര്യം അവതരിപ്പിക്കണം. അതേപോലെ തന്നെ എല്ലാം പക്ഷി മൃഗാദികൾ എന്തൊക്കെയുണ്ടോ, ഹേർബ്സ് ഉണ്ടോ, മരങ്ങളുണ്ടോ, ചെടികളുണ്ടോ, എന്തൊക്കെ ഈ ലോകത്തുണ്ടോ എല്ലാത്തിൻ്റെയും ബീജങ്ങൾ, അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ അംശങ്ങൾ നീ കയ്യിൽ വെക്കണം, ബീജങ്ങൾ വെക്കണം. 84 ലക്ഷം ജീവജന്തുക്കളുണ്ട് നമ്മുടെ ലോകത്ത്. അന്ന് നമ്മുടെ പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ജീവജന്തുക്കൾ 84 ലക്ഷം ഉണ്ട് എന്നുള്ളത്. ഇന്ന് അത് സയൻസ് തെളിയിച്ചിട്ടുമുണ്ട്. 87 ലക്ഷം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ 8.4 മില്യൺ എന്ന് പറയുന്നത് 8.7 മില്യണിലേക്കൊക്കെ എത്തുന്നത് ഒരു സ്പീഷീസിന് തന്നെ പലതരത്തിലൊക്കെ കാണുന്നതുകൊണ്ടാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. സയൻസ് കണ്ടുപിടിച്ചപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് സയൻസ് കണ്ടുപിടിച്ചതെന്ന് മാത്രം. പക്ഷെ നമ്മുടെ പുരാണങ്ങളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്പീഷീസിൻ്റെ മുഴുവൻ ബീജങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നീ റെഡി ആയിട്ട് നിൽക്കണം. ആ സമയത്ത് പ്രളയം വരുന്ന സമയത്ത് നിനക്കൊരു ബോട്ട് കാണാനായിട്ട് പറ്റും. ആ ബോട്ടിൽ, ആ തോണിയിൽ നീ കയറണം. നിങ്ങൾ കയറുമ്പോൾ നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാനെത്തും. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് പോരാം, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറയും. അങ്ങനെ ഇവർ കാത്തിരിക്കും 7 ദിവസത്തോളം. 7ാമത്തെ ദിവസം പ്രളയം വരും. പ്രളയം വരുമ്പോൾ ഒരു ബോട്ട് കാണും, തോണിയിൽ ഇവർ കയറും. സപ്തർഷികളും 7 ഋഷിമാരും അതേപോലെ തന്നെ നമ്മുടെ സത്യവ്രതനും അതേപോലെ സത്യവ്രതൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഭാര്യയും കൂടിയിട്ടൊക്കെ അങ്ങനെ അവർ കയറിയിട്ട് അതിൽ യാത്ര തുടരും. വല്ലാണ്ട് തിരമാലകളൊക്കെ വരുന്ന സമയത്ത് ഇതാ കാണുന്നു, വലിയ മീൻ, ഒറ്റ കൊമ്പൊക്കെ ആയിട്ട് മീൻ വരുന്നു. മീനെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇത് വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന്. അങ്ങനെ മീൻ എന്ത് ചെയ്യും, ഈ തോണി, ഈ ബോട്ട് വാസുകി എന്ന പാമ്പിനെ കൊണ്ട് ഹോണിലേക്ക്, ഈ കൊമ്പിലേക്ക് കെട്ടും, തലയിലുള്ള കൊമ്പിലേക്ക് കെട്ടും. അങ്ങനെ കെട്ടിയിട്ട് വലിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ മത്സ്യം, അതായത് വിഷ്ണു ഭഗവാൻ നമ്മുടെ സത്യവ്രതന് കൊടുക്കുന്ന ഉപദേശമാണ് മത്സ്യപുരാണമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മത്സ്യപുരാണത്തിൽ ആ ഉള്ള ഉപദേശങ്ങൾ, ഈ ലോകത്തെക്കുറിച്ചും ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചൊക്കെ മുഴുവൻ കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളാണ് മത്സ്യപുരാണം. അങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തി ലാസ്റ്റത്തെ ദിവസം അവിടെ ഹിമവാനിൽ കൊണ്ടെത്തിക്കും. അവിടെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, താഴെ പോയി നമ്മുടെ ഒരു രാക്ഷസം കൊണ്ടുപോയിട്ടില്ലേ 4 വേദങ്ങൾ. ആരായിരുന്നു അത്? രാക്ഷസൻ്റെ പേരെന്തായിരുന്നു? ഹയഗ്രീവൻ അല്ലേ? ഹയഗ്രീവൻ എന്ന് പറഞ്ഞ രാക്ഷസനെ കൊന്ന് ആ 4 വേദങ്ങളും എടുത്ത് ബ്രഹ്മദേവന് കൊണ്ടുകൊടുക്കും. അങ്ങനെയാണ് മത്സ്യപുരാണം അല്ലെങ്കിൽ മത്സ്യാവതാരം നമുക്കുണ്ടാവുന്നത്. മത്സ്യാവതാരത്തിൻ്റെ കഥ ഇതാണ്. എന്താ ഇതുകൊണ്ടുള്ള ഉദ്ദേശം? എന്തായിരിക്കും ഭഗവാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്? എന്താ ഈ കടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്ന മായ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കടൽ എന്ന് പറയുന്നത്. അതിലുള്ള ബോട്ടാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ബോധ മനസ്സ്. ഇത് രക്ഷപ്പെടണമെങ്കിൽ ആര് വേണം? ഭഗവാൻ തന്നെ വേണമല്ലേ? ഭഗവാൻ വേണം എന്ന് പറഞ്ഞാൽ മീനായിരിക്കും. ചെറിയ മീൻ എന്തായിരിക്കും? നമ്മുടെ ഉള്ളിൽ കുണ്ടലിനി ഉണ്ട്. കുണ്ടലിനി ശക്തി എന്ന് പറയും. സപ്തർഷികളാരാ? 7 ചക്രങ്ങളാണ്. മൂലാധാരം തൊട്ട് നമുക്ക് സഹസ്രാര പത്മം വരെ വരുന്ന 7 ചക്രങ്ങളാണ് സപ്തർഷികൾ. ഈ 7 ചക്രങ്ങളും കടന്ന് മീൻ വലുതായി സർപ്പം, വാസുകി, അതായത് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് കുണ്ടലിനി സർപ്പം പോലെ വളഞ്ഞിങ്ങനെ മടങ്ങി പത്തിയൊക്കെ അടക്കി കിടക്കുക. ആ കുണ്ടലിനി ഉണർന്ന് സഹസ്രാര പത്മത്തിൽ എത്തുന്നതാണ് ഹിമവാന്റെ അടുത്ത് ആ തോണി എത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കോശങ്ങളെയും, നമ്മുടെ ചിന്തയും, നമ്മുടെ മനസ്സും, നമ്മുടെ എല്ലാ ബുദ്ധിയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട്, ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ സഹസ്രാര പത്മത്തിലേക്ക്, ഈ ഭൂമിയിലുള്ള എല്ലാ മായയും വിട്ട് നമ്മൾ ആ ഒരു കോൺഷ്യസ് ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് എത്തുന്നതാണ് മത്സ്യാവതാരം. അപ്പോൾ മത്സ്യാവതാര കഥ കേട്ട് കഴിഞ്ഞാൽ, ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നിങ്ങളുടെ ജീവിതം എല്ലാം സഫലമാവും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും. എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നൊക്കെ നമ്മൾ ശ്ലോകത്തിൽ വായിക്കും. ഭാഗവതം വായിക്കുന്ന സമയത്ത് ഭാഗവതത്തിൽ എന്താണ്, 8ാമത്തെ സ്കന്ധത്തിൽ 24ാമത്തെ ചാപ്റ്റർ ആണ് ഈ മത്സ്യാവതാരം പറയുന്നത്. അപ്പോൾ മത്സ്യാവതാരത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകവും എഴുതിയിട്ടുണ്ട്. എന്താണ്, നമ്മൾ ഇത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാവും, നമുക്ക് എല്ലാ അനുഗ്രഹവും കിട്ടുന്നു. എന്താ അതിൻ്റെ അർത്ഥം?
ചുമ്മാ വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ആ മത്സ്യത്തിൻ്റെ കഥ കേട്ടോണ്ടിരുന്നു, മത്സ്യാവതാരം വന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടോണ്ടിരുന്നാൽ മതിയോ? കേൾക്കൽ മാത്രമല്ല, നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കണം, ശ്രദ്ധിക്കണം, അത് നന്നായിട്ട് നമ്മൾ പ്രാവർത്തികമാക്കണം. അപ്പോഴേ ഒരു കാര്യം കേൾക്കണേൽ അർത്ഥമുള്ളൂ. ചുമ്മാ കേട്ടിരുന്നാൽ മാത്രം പോരാ, എന്ത് വേണം? ശ്രവണം, കേൾക്കണം, ശ്രവണം, മനനം, നിധിധ്യാസനം നന്നായിട്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തും വേണം. എന്ന് നമുക്കത് മനസ്സിലായി നമ്മൾ നേരായ പാതയിലെത്തുന്നു, നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു, അന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും എന്നാണ് എന്തിൽ പറയുന്നത്? ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് മത്സ്യപുരാണത്തിൻ്റെ കഥ. മീനിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ നമുക്ക്? മീനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മീൻ പിന്നോട്ടല്ല നീന്തുക, മുന്നോട്ടാണ് നീന്തുക. നമ്മളെപ്പോലെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി എന്നാലും ഇതൊക്കെ എനിക്ക് സംഭവിച്ചില്ലേ എന്ന് ആലോചിച്ച് വിഷമിച്ച് കരയാനായിട്ട് നിൽക്കാറില്ല. എപ്പോഴും പ്രസൻറ്റിലാണ് ജീവിക്കുക, ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുന്നോട്ടാണ്. ഇനി ഈ മീനുകൾ രൂപാന്തരപ്പെട്ട്, ഭക്ഷണത്തിൽ മാറ്റം വന്ന് രൂപാന്തരപ്പെട്ട് ഓരോരോ സ്പീഷീസായിട്ട് ഓരോരോ തരത്തിലുള്ള മീനുകളായിട്ട് രൂപാന്തരപ്പെട്ടു മാറി. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് നമുക്ക് ലെവൽ കൂടണം. താഴോട്ടല്ല പോകേണ്ടത്, നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് പറ്റണം. ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ കഥ. അടുത്തത് നമുക്ക് കൂർമാവതാരമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്തേ.